നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ്. ഇടതു വിദ്യാർത്ഥി സംഘടനകൾ രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം ഡൽഹിയിൽ നിന്നും. നോബൽ, നീറ്റ് അത്ര നീറ്റല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ബീഹാറിലടക്കം 10 ലക്ഷം കൊടുത്താൽ ചോദ്യപേപ്പർ വേണമെങ്കിൽ കിട്ടും. ഇനി ചോദ്യപേപ്പർ കൈ കിട്ടിയാൽ അതിന് ഉത്തരവെഴുതാൻ പോലും നിങ്ങൾ നിൽക്കേണ്ട, ആവശ്യമുള്ളത് എഴുതി വയ്ക്കുക, ബാക്കിയുള്ളത് ഇൻസ്ട്രക്ടർ പൂരിപ്പിച്ചു കൊടുക്കും. ഇതാണ് ബീഹാറിൽ നിന്ന് ഇപ്പോൾ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ മറ്റു സംഘടനകൾ കൂടി ഇറങ്ങും. അതായത് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഈ വിഷയം പാർലമെന്റിനും അകത്തും പുറത്തും ഒരു വലിയ വിഷയമായി മാറാൻ പോവുകയാണോ നോബൽ? അരുൺ, നീറ്റ് വിഷയം പാർലമെന്റിന് അകത്തും പുറത്തും സർക്കാരിനെതിരെ വലിയ തരത്തിൽ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യപേപ്പർ കിട്ടും, വേണമെങ്കിൽ പരീക്ഷ തന്നെ എഴുതാൻ ആളും വരും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം ആരോപണം ഉന്നയിക്കുന്നത്. ബീഹാറിലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും കണ്ടെത്തുകയും ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണെങ്കിലും ഈ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷയിൽ കൃത്യമായ തരത്തിലുള്ള അഴിമതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം കൃത്രിമത്വം നടന്നു എന്ന് ഉറപ്പായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശക്തമായ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ അടക്കം രംഗത്ത് വരുന്നത്. ഈ സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ ആക്കുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദില്ലിയിലാണെങ്കിൽ 2 പ്രതിഷേധങ്ങളാണ് ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന് ICയുടെ ഭാഗത്തു നിന്നാണ്, അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് അവരുടെ ഒരു മാർച്ചുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ യുവജന വിഭാഗം ഇന്നിപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 2 പ്രതിഷേധങ്ങളാണ് ഇന്നിപ്പോൾ ദില്ലിയിൽ ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലും നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഈ വിഷയത്തിൽ ആക്ഷേപം ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രസ്താവനകൾ, പ്രതിഷേധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ പാർലമെന്റ് സമ്മേളനം വരാൻ പോവുകയാണ്. സ്വാഭാവികമായും സർക്കാരിനെതിരെ ഈ വിഷയം, നേരത്തെ ഈ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഉത്തർപ്രദേശിലൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ചർച്ചയാക്കിയിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം. എന്തായാലും സ്വാഭാവികമായി നീറ്റിൽ കൂടി ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് ഉറപ്പായ പശ്ചാത്തലത്തിൽ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിൽ ആക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കം. ആദ്യ സമ്മേളനം തന്നെ, അതായത് 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ പാർലമെന്റ് സമ്മേളനം തന്നെ ഈ വിഷയം സജീവ ചർച്ചയാക്കി സർക്കാരിനെ സമ്മർദ്ദത്തിൽ ആക്കി പ്രതിരോധത്തിലാക്കുക എന്ന് തന്നെയാണ്. പ്രതിപക്ഷം കരുതലോടുകൂടിയാണ് ഈ വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന നീറ്റ്. അപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട ഒരു സമൂഹം തന്നെ, ഒരു എക്കോസിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യും. ഓരോ വർഷം 23, അപ്പോൾ 5 വർഷം പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം 1 കോടിയിലധികം വരുന്ന വിദ്യാർത്ഥികൾ തന്നെയുണ്ട്. അവരുടെ രക്ഷിതാക്കൾ കൂടിയുടെ കണക്കിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കോടിയോളം ആളുകൾക്ക് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകളുണ്ട്. അപ്പോൾ അതവരുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയാൽ സ്വാഭാവികമായും മറ്റേത് വിഷയം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ജനശ്രദ്ധ കിട്ടുമെന്നത് പ്രതിപക്ഷത്തിനും അറിയാം. ചുരുങ്ങിയത് 10 കോടി ആളുകളെങ്കിലും നീറ്റ് പരീക്ഷയിൽ നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ പൊതുജനവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നീറ്റ് പരീക്ഷ ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം തന്നെ പ്രതിപക്ഷവും വലിയ ആയുധമാക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്ത് ഏർപ്പാടല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിദ്യാർത്ഥികൾ എത്ര കഷ്ടപ്പെട്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിച്ച് ബുദ്ധിമുട്ടി വരുമ്പോൾ പരീക്ഷയൊക്കെ ഇങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊടുക്കുന്നൊരു ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ പിന്നെ എന്ത് വിശ്വാസ്യതയാണ് ഈ സ്ഥാപനങ്ങൾക്കുള്ളത്? അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റിയുടെ വിശ്വാസ്യതയിൽ സുപ്രീം കോടതിയും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നത് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്നില്ലേ? എന്ത് ഞെട്ടാൻ, നമ്മളൊക്കെ പണ്ടേ ഞെട്ടിയിരിക്കുക. വ്യാപം അഴിമതി നമ്മൾ കേട്ടതല്ലേ.